സംസ്ഥാന സർക്കാരിന്റെ കൂടി അറിവോടെയാണ് അതിവേഗ റെയിൽ പദ്ധതി ഇ ശ്രീധരൻ കൊണ്ടുവന്നതെന്ന് കെ വി തോമസ് മീഡിയ വണ്ണിനോട്. സിൽവർ ലൈൻ എന്ന് നേരത്തെ ഉദ്ദേശിച്ചത് അതിവേഗ റെയിൽ പദ്ധതിയാണ്. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് പ്രഖ്യാപനം നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പ്രഖ്യാപനം കേന്ദ്ര ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കെ വി തോമസ് പറഞ്ഞു. അതിവേഗ റെയിൽ പദ്ധതിയുമായി കേരളം മുന്നോട്ട് പോവുകയാണ്. അതിന്റെ പ്രഖ്യാപനമാണെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ നടത്തിയത്. ഇപ്പോൾ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് കൂടി മീഡിയയോടൊപ്പം ചേരുന്നു. പക്ഷേ എങ്ങനെയാണ് കേരളയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. ഇപ്പോൾ അതിവേഗ റെയിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന എന്നതാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണിത്? ഇപ്പോൾ സിൽവർ ലൈൻ എന്ന് നമ്മളന്ന് ഉദ്ദേശിച്ചത് അതിവേഗ റെയിൽവേ സിസ്റ്റമാണ്. അതിൻ്റെ തുടക്കമാണ് ഉണ്ടായത്. അത് 2-3 പ്രശ്നങ്ങളുണ്ടായിരുന്നു. സ്ഥലമെടുക്കുന്ന പ്രശ്നം, പിന്നെ ഇത് കേരളത്തിൽ സക്സസ്ഫുൾ ആകുമോ എന്ന് സംശയം. ഇപ്പോൾ സക്സസ്ഫുൾ ആകുമെന്നുള്ളത് നമുക്ക് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് വന്ദേ ഭാരതം സക്സസ്ഫുള്ളായി. ഈ പ്രോജക്റ്റ് വന്ന് ഈ തർക്കങ്ങളൊക്കെ വരുമ്പോഴാണ് 2025 4/10 ശ്രീധരൻ CM-നെ കാണുന്നു. CM-നെ കണ്ട് അദ്ദേഹം ഒരു നോട്ട് കൊടുത്ത് ഹൈ സ്പീഡ് ട്രെയിൻ ഫോർ കേരള എന്ന് പറഞ്ഞൊരു പ്രപ്പോസൽ കൊടുത്തു. അത് CM എനിക്ക് തന്നു. CM പറഞ്ഞതനുസരിച്ച് ഞാൻ ശ്രീധരനെ പോയി പൊന്നാനി കണ്ടു. അത് ചർച്ച നടത്തി. പിന്നീട് അദ്ദേഹം തന്ന ഡീറ്റെയിൽ പ്രോജക്റ്റ് എല്ലാം ഇവിടെ റെയിൽവേ മന്ത്രി കാര്യാലയത്തിന് ഞങ്ങൾ ഫെബ്രുവരി 12 അശ്വിനി നേരിട്ട് കണ്ടുകൊടുത്തു. അതിനുശേഷം മുഖ്യമന്ത്രി ഇവിടെ വന്ന സന്ദർഭത്തിൽ ഐശ്വര്യമായിട്ട് ചർച്ചയുണ്ടായിരുന്നു. അതിലും ഈ പ്രശ്നങ്ങൾ ഞങ്ങൾ ടേക്കപ്പ് ചെയ്തു. അങ്ങനെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൂടെ അറിവോടുകൂടിയാണ് ഈ പ്രപ്പോസൽ ശ്രീധരൻ കൊണ്ടുവന്നത്. ഇന്നത്തെ ഈ പ്രഖ്യാപനവും ഇന്നത്തെ അറിയിപ്പും എല്ലാം സംസ്ഥാന സർക്കാരുമായി അറിഞ്ഞിരുന്നതാണ്. ആയിരിക്കണമല്ലോ. അങ്ങനെയാണല്ലോ ഇത് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി കാണുന്നു, മുഖ്യമന്ത്രി നോട്ട് കൊടുക്കുന്നു, അതിൻ്റെ അടിസ്ഥാന ഡീറ്റെയിൽ പ്രോജക്റ്റ് ഇവിടെ വരുന്നു, അത് വൈഷ്ണവിന് കൊടുക്കുന്നു. ഈ ചർച്ചയിൽ കൂടി മാഷ് പങ്കാളിയായിരുന്നു. അപ്പം ഈ സിൽവർ ലൈൻ എന്ന പദ്ധതി വന്നപ്പോൾ മുതൽ തന്നെ BJP നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു ഒരു തരത്തിലും നടത്തില്ല, വലിയ വിവാദമൊക്കെ ആയിരുന്നു ഈ മഞ്ഞക്കുറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അത് പൂർണ്ണമായി മാറ്റി ഇപ്പോൾ സംസ്ഥാന സർക്കാരും കേന്ദ്രവും ഒരുമിച്ച് കൊണ്ടുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ. നമ്മുടെ അടുത്ത സമീപനം എന്താ? മുഖ്യമന്ത്രി എടുത്ത സമീപനം നമുക്കൊരു ഹൈ സ്പീഡ് റെയിൽവേ സിസ്റ്റം വേണം. അപ്പോൾ അന്ന് 2 സംശയങ്ങൾ. ഒന്ന്, ജനങ്ങൾ സ്വീകരിക്കുമോ? അതാണിപ്പോൾ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതെന്ന് വന്ദേ ഭാരതം തെളിയിച്ചിരിക്കുന്നു. രണ്ടാമത് ടെക്നിക്കൽ കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങളുമാണ്. അത് വർക്കൗട്ട് ചെയ്യണം. അതിനിടയിലാണ് ഇപ്പോൾ ശ്രീധരൻ്റെ ഈ പ്രപ്പോസൽ വന്നത്. CM കണ്ടിട്ടാണ് അത് എനിക്ക് കിട്ടുന്നത്. ഞാനിത് ഇവിടെ മന്ത്രി കാര്യാലയത്തിൽ കൊടുക്കുന്നത്. പിന്നീട് CM-ൻ്റെ സ്ഥാനത്ത് ചർച്ച നടക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ട് ഇനി ഇത് മുന്നോട്ട് പോകണം. ചർച്ചകളിലൂടെയുള്ള DPR കൊണ്ടുവരുന്ന സാമ്പത്തിക വശങ്ങൾ കാണണം. ഇതൊക്കെ ചർച്ചയിലൂടെ വരുമ്പോഴായിരിക്കും പരിഹരിക്കപ്പെടാൻ കഴിയുക. എന്നത്തേക്കായിരിക്കും ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതീക്ഷിച്ചത് 2-3 കാര്യങ്ങൾ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കുന്നുണ്ട്. ഒന്ന്, ഈ ഹൈ സ്പീഡ് റെയിൽവേ സിസ്റ്റം. 2, എയിംസ്, വയനാട് അസിസ്റ്റൻസ്, ഇതൊക്കെ തരുമെന്നാണ് പ്രതീക്ഷിച്ചത്. കാരണം കഴിഞ്ഞ 10-ാം തീയതി നമ്മുടെ ധനകാര്യമന്ത്രി ഇവിടെ വന്ന് കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ ചർച്ച ചെയ്ത് പ്രപ്പോസൽ കൊടുത്ത പ്രീ ബഡ്ജറ്റ് പ്രപ്പോസൽ പല കൊടുത്തതാണ്. പിന്നീട് ഞാൻ കഴിഞ്ഞ 22-ാം തീയതി നേരിട്ട് നിർമ്മലാ സീതാരാമനെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അവരും പറഞ്ഞത് പ്രധാനമന്ത്രിയോട് പറയാം എന്ന് പറഞ്ഞിരുന്നെങ്കിലും നമ്മുടെ പ്രതീക്ഷ പോലെ ഒരു അനൗൺസ്മെൻറ്റ് തിരുവനന്തപുരത്ത് ഉണ്ടായില്ല. ഇനി അടുത്ത ചാൻസ്, നെക്സ്റ്റ് ചാൻസ് എന്ന് പറയുന്നത് ബഡ്ജറ്റാണ്. ഇപ്പം എത്ര പുരോഗതി ഉണ്ടായിട്ടുണ്ട്? പരിശോധനകളോ അതുമായി ബന്ധപ്പെട്ടൊന്നും ആയിട്ടില്ലല്ലോ. ഇനി DPR വർക്കൗട്ട് ചെയ്യണ്ടേ? DPR വർക്കൗട്ട് ചെയ്യണം. അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ പരിശോധിക്കണം. പല കാര്യങ്ങളും പരിശോധിക്കാനുണ്ട്. ഇനി എന്നാണ് ഇതുമായി ബാക്കി ചർച്ച? കാരണം മാഷ് ഉൾപ്പെടെ ഇതിൽ ഒരു ചർച്ചയിൽ പങ്കാളിയായിരുന്നു. അപ്പം കാരണം കേരളയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കുറേ മുന്നോട്ട് പോയിരുന്നു. സ്ഥലമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടന്നിരുന്നു. അപ്പോൾ ഈ ഡീനോട്ടിഫിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇനി കടക്കേണ്ടത്. അതൊക്കെ സമയമുണ്ടല്ലോ. നമ്മുടെ ഇതിൻ്റെ DPR വന്ന ഈ പ്രോജക്റ്റ്, ശ്രീധരൻ്റെ പ്രോജക്റ്റിനെ കുറിച്ച് എന്താണ് കേന്ദ്ര ഗവൺമെൻറ് സമീപനമെന്ന് അറിയണം. അതുകൂടി പരിശോധിച്ചിട്ടല്ലേ മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അപ്പം സിൽവർ ലൈൻ ഇല്ല, ഇനി അതിവേഗ ലൈൻ ഇല്ലെന്നല്ല അതിൻ്റെ അർത്ഥം. സിൽവർ ലൈൻ എന്ന ആശയം ഹൈ സ്പീഡ് റെയിൽവേ സിസ്റ്റമാണ്. ആ റെയിൽവേ സിസ്റ്റം നടപ്പിലാക്കുന്നതിന് ഉള്ള ഒരു പ്രപ്പോസൽ ശ്രീധരൻ തന്നിരിക്കുന്നു. അത് മുഖ്യമന്ത്രി കണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ഞാനിവിടെ ഇത് കൊടുത്തത്. എന്തായാലും ഉടനടി തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ഹരിമുണ്ടുനൊപ്പം അരവിന്ദ് PR, മീഡിയ 1.